ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു കറൻസി മാർക്കറ്റാണ്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റാണ്. എന്താണ്? ഇത് ഞാൻ മലർമിസിനൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട്. മലർമിസിനെ കാണാനല്ല, ഫോറക്സ് പഠിക്കാൻ. അപ്പോൾ അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക്ക് ക്ലിയർ അല്ലേ? യെസ് മിസ്. ഇനി നമുക്ക് കറൻസി പെയർസ് എന്താണെന്ന് പഠിക്കാം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ റിലയൻസിൻ്റെയും TCSൻ്റെയും ഷെയർസിൽ ട്രേഡ് ചെയ്യില്ലേ, അതുപോലെ ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് കറൻസി പെയർസിലായിരിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കറൻസി പെയറിൽ 2 രാജ്യങ്ങളുടെ കറൻസീസ് ഉണ്ടാവും. യൂറോ USD, USD JPY, USD CHF എന്നിവയാണ് ചില മേജർ കറൻസി പെയർസ്. ഇനി ഈ കറൻസി പെയർസിന്റെ വാല്യൂ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാന്ന് അറിയണ്ടേ? അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതാണ് കറൻസി പെയർ. ഇതിൻ്റെ വാല്യൂ ഒക്കെ എങ്ങനെയാവോ കണ്ടെത്തുണ്ടാവുക? പൊന്നു വെച്ച് ഇത്ര തല പോയിക്കണ്ട.